കൊച്ചിയിൽ 75 കിലോ കഞ്ചാവുമായി 2 ഇതര സംസ്ഥാന തൊഴിലാളികൾ പിടിയിലായെന്ന വാർത്ത വരുന്നുണ്ട്. ബീഹാർ സ്വദേശിയും ഉത്തർപ്രദേശ് സ്വദേശിയുമാണ് പിടിയിലായത്. രാഗിൻ തുടരുന്നുണ്ട്. രാഗിൻ, 2 ഇതര സംസ്ഥാനക്കാർ വലിയ തോതിലുള്ള കഞ്ചാവുമായി പിടിയിലാകുന്നു. ഈ കഞ്ചാവിന്റെ ഉറവിടമേതെന്ന് പോലീസ് പരിശോധിച്ച് കണ്ടെത്തിയിട്ടുണ്ടോ? വൻ കഞ്ചാവ് വേട്ടയാണ് എറണാകുളം സൗത്തിൽ ഉണ്ടായിരിക്കുന്നത്. റെയിൽവേ പോലീസും അതോടൊപ്പം തന്നെ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സും സംയുക്തമായിട്ടാണ് പരിശോധന നടത്തിയത്. ട്രെയിനിലാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. പശ്ചിമ ബംഗാളിൽ നിന്നാണ് ഈ കഞ്ചാവ് എത്തിച്ചത് എന്നതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. 2 പേരെ പിടികൂടിയിട്ടുണ്ട്. പപ്പു കുമാർ ബീഹാർ സ്വദേശി, അതോടൊപ്പം തന്നെ മുഹമ്മദ് സാഹിബ് UP സ്വദേശി. ഇന്ന് 2 പേരാണ് പിടിയിലായിരിക്കുന്നത്. ഇവരെ വിശദമായി തന്നെ ചോദ്യം ചെയ്തു വരികയാണ്. ഇതിന് പിന്നിൽ മലയാളികളാണെന്ന വിവരമാണ് ലഭിച്ചിരിക്കുന്നത്. ഇവർ കാരിയർ ആയിരുന്നു. 15,000 രൂപയാണ് ഇവർക്ക് കഞ്ചാവ് കടത്തിന് ലഭിച്ചിരുന്നത്. ഇത് ഒരു ആൾക്ക് കൈമാറണമെന്നാണ് പറഞ്ഞിരുന്നത്. ഇയാളെ കേന്ദ്രീകരിച്ചും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പിന്നിൽ മലയാളികൾ എന്ന വിവരം തന്നെയാണ് ലഭിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ട്രെയിനിലെ പരിശോധനകൾ ഇപ്പോൾ കർശനമാക്കിയിട്ടുണ്ട് ഈ റെയിൽവേ പോലീസ് ഉൾപ്പെടെ. അതിന്റെ ഭാഗമായി മറ്റൊരു ട്രെയിനിൽ പരിശോധന നടത്തിയതിൽ 13 കിലോ കഞ്ചാവ് കൂടി പിടിച്ചിട്ടുണ്ട്. അതിൽ ബീഹാർ സ്വദേശി അഭിഷേക് കുമാറിനെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. വൻതോതിലുള്ള കഞ്ചാവ് വേട്ടയാണ് കൊച്ചിയിൽ നിന്ന് ഇന്ന് വാർത്തയായി വരുന്നത്. എസ് രാഗിനാണ് വിശദാംശങ്ങൾ നൽകിയത്. 75 കിലോ കഞ്ചാവ് പിടിച്ചതിന് പുറമെ 13 കിലോ കഞ്ചാവ് വേട്ട കൂടി ഉണ്ടായിരിക്കുന്നു. 75 കിലോ കഞ്ചാവ് വേട്ടയിൽ മലയാളികളാണ് ഈ കഞ്ചാവ് കടത്തിന് പിന്നിലെന്നുള്ള ഒരു സംശയവും പങ്കുവെക്കുന്നുണ്ട്.